ഹലോ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. 2024-25 അധ്യയന വർഷത്തെ സമൃദ്ധി സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ തീയതി നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ജനുവരി 20 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. നിലവിൽ ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനലിൽ വീഡിയോ കാണുന്നത്, ഇതുപോലത്തെ സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കേരള സംസ്ഥാനത്തെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബാംഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പ് അപേക്ഷിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതായത് ഫോർവേഡ് കമ്മ്യൂണിറ്റീസിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. റിസർവേഷൻ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല. ഫോർവേഡ് കമ്മ്യൂണിറ്റീസിന് വേണ്ടി മാത്രമുള്ള ഒരു സ്കോളർഷിപ്പാണ് വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പ്. പിന്നീട് പറയുന്നത് ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കുറേ വിദ്യാർത്ഥികൾ സംശയമുണ്ട്. ഏതൊക്കെ കോഴ്സുകളിലെന്നും കുറേ വിദ്യാർത്ഥികൾ സംശയമുണ്ട്. ഏതൊക്കെ കോഴ്സ് എന്ന് വെച്ചാൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളും ഗ്രാജുവേഷൻ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, പിന്നെ NIT, CS, EMI, CS ഡിപ്ലോമ തുടങ്ങിയ കോഴ്സുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറേ ഡീറ്റെയിൽസായി നൽകിയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നോക്കിയാൽ കേരളത്തിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മാത്രം അപേക്ഷിക്കാൻ സാധിക്കുന്ന സ്കോളർഷിപ്പാണ്. അപേക്ഷകർ www.kswc.fc അതായത് കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത്. ഒറ്റത്തവണ നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതാണ്. അത് നിങ്ങൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയാൽ അവർ ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടർ സെൻറ്റർ വഴി പോകണമെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും ഉചിതം. കാരണം എന്ന് വെച്ചാൽ കുറേ ഡോക്യുമെൻറ്റ്സ് അപ്ലൈ ചെയ്യുന്നത് കൊടുക്കേണ്ടതാണ്. അതായത് നിങ്ങൾ കോളേജിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും അവിടെ നിന്നുള്ള സാക്ഷ്യപത്രം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ പിന്നെ പാസ്ബുക്ക് തുടങ്ങിയതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയാൽ മതി. ഓരോ വർഷം പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതായത് ഓരോ വർഷം പുതുതായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. പിന്നീട് പറയുന്നത് അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം എല്ലാം 4 ലക്ഷം രൂപയിൽ പുറത്താവരുത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുമ്പോൾ ഉൾപ്പെടുന്ന റേഷൻ കാർഡിൽ അംഗമായ വ്യക്തിയുടെ അപേക്ഷകരുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും രക്ഷകർത്താവിൻ്റെ പേരിലായിരിക്കണമെന്നും പറയുന്നുണ്ട്. പിന്നീട് അപേക്ഷകർ ഉൾപ്പെടുന്ന റേഷൻ കാർഡിൻ്റെ 1-2 പേജുകൾ പകർപ്പ് അപേക്ഷ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് പറഞ്ഞത്. റേഷൻ കാർഡിൻ്റെ ഫ്രണ്ടെല്ലാം സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഫോൺ PDF ചെയ്യാൻ അറിയുന്നവർ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയാലും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ടത്, ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്, അതായത് ഓൺലൈനായിട്ടാണ് ഈ സ്കീമിന് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന അപേക്ഷയുടെ വിദ്യാർത്ഥികളുടെ നാഷണൽ എയ്ഡ് ബാങ്കുകളിൽ അക്കൗണ്ട് വേണം. അതായത് ബാങ്ക് അക്കൗണ്ട്, അത് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് വേണം. പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ തെറ്റുകളൊന്നും വരുത്തരുതെന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം IFSC കോഡ്, അക്കൗണ്ട് നമ്പർ ഒന്നും നിലവിൽ തെറ്റാത്ത രീതി, അതായത് ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റാത്ത രീതിയിൽ വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാൻസ് പോലെ മറ്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നിലവിലൊരു നിയമം വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് തുക കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് മാത്രമേ ഒരു വിദ്യാർത്ഥികൾക്ക് പറ്റുമെന്ന് നേരത്തെ റൂൾ വന്നാലും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും സ്കോളർഷിപ്പിനുള്ള ലഭിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാതിരിക്കുക. അങ്ങനെ ഉള്ള വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാൻസ് ഒഴികെ സംസ്ഥാന സർക്കാരുടെ മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് അപേക്ഷിക്കരുത് എന്ന് പറയുന്നത് അർഹതയില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ ഓൺലൈൻ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20 അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ മാസം 20 അപേക്ഷിക്കുക. പിന്നീട് നിങ്ങൾ പഠിക്കുന്ന കോളേജിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോമുണ്ട്. അത് ഈ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോവുകയാണെങ്കിൽ അവർ പ്രിൻ്റ് എടുത്ത് തരുന്നതാണ്. അത് നിങ്ങൾ ഫില്ല് ചെയ്ത് കോളേജിലെ പ്രിൻസിപ്പാളിനെ കൊണ്ടോ അല്ലെങ്കിൽ ഹെഡിനെ കൊണ്ടോ സൈൻ ചെയ്ത് പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് അയക്കേണ്ടതാണ്. അങ്ങനെയാണ് നിങ്ങൾ സ്കോളർഷിപ്പ് അയക്കേണ്ടത്. കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോകുമ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻസ് പറയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചാൽ മതി. താങ്ക്